ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മൾ നിൽക്കുന്നത് എറണാകുളം പത്മ തിയേറ്ററിലാണ്. സോളോയ്ക്ക് ശേഷം നമ്മുടെ മലയാളത്തിൻ്റെ കുഞ്ഞിക്ക ദുൽഖർ സൽമാൻ അഭിനയിക്കുന്ന ചിത്രമാണ് ഒരു യമണ്ടൻ പ്രേമകഥ. അപ്പോൾ നമുക്ക് ഈ ചിത്രത്തിൻ്റെ തിയേറ്റർ റെസ്പോൺസ് ഒന്ന് പരിശോധിക്കാം. എങ്ങനെയുണ്ട് ഒരു യമണ്ടൻ പ്രേമകഥ? ഞങ്ങളുടെ ഇക്കാട 1.5 വർഷത്തിന് ശേഷം വന്നൊരു പടമാണ്. ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ അതിൻ്റെ അപ്പുറത്താണ് ഈ യമണ്ടൻ പ്രേമകഥ. ഇനി ഞങ്ങളുടെ ഇക്കാട് ഇതുപോലുള്ള കുറേ പടങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചതൊന്നല്ല, ഞങ്ങൾ വിചാരിച്ച ഒരു ലവ് സ്റ്റോറി ഫാമിലി എൻ്റർടൈനർ, 100% ഒരു ഫാമിലി എൻ്റർടൈനറാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ, ബിബിൻ ജോർജിൻ്റെ നല്ലൊരു തിരക്കഥ ഉണ്ടായി. അവർ നല്ലൊരു റോളും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഇക്കാണെങ്കിൽ ഇതുവരെ ചെയ്യാത്തൊരു വെറൈറ്റി റോളാണ് ഈ പടത്തിൽ ചെയ്തേക്കണം. ഇനി ഇക്കാൻ്റെ ഇതുപോലുള്ള കുറേ പടങ്ങൾ വന്നിട്ടുണ്ട്. അന്ന് നമ്മ ഇക്കാൻ്റെ കൂടെ ഇതേപോലെ തന്നെ കട്ടക്ക് നിൽക്കാൻ ചെയ്യും. ചങ്കും ചങ്കിടിപ്പൊന്നല്ല, ജീവനാണ് കുഞ്ഞിക്ക. എന്താണ്, ആക്ഷൻ ആണോ കോമഡിയാണോ, എന്താണ് ഇഷ്ടപ്പെട്ടത്? പറയാന്നല്ല, കുഞ്ഞിക്കട ഒരു തിരിച്ചുവരവ് തന്നെയാണ്, ഒന്നും പറയല്ല. പിന്നെ ബിബിൻ ചേട്ടൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, പിന്നെ പ്രത്യേകിച്ച് പറയാൻ നൗഫലിക്കാണ്. നല്ല ഡയറക്ഷനാണ്, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. കരയിപ്പിക്കൂ ചിരിപ്പിക്കൂ, ഏതാ ചെയ്യുന്നത്? ഫസ്റ്റ് ഹാഫ് ഉള്ളിൽ ചിരിയാണ്, ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് സെൻറ്റി, പിന്നെ അവസാനം ഫൈറ്റ് എല്ലാം ഉണ്ട്. മൊത്തം പറയാൻ കുടുംബ പ്രേക്ഷകർ കാണാൻ പറ്റിയ പടവും. ഫാമിലി ഫുൾ പാക്കേജാണ് പടം. പിന്നെ ഇക്കട തിരിച്ചു വരും. പുള്ളി ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. മാസ് ക്ലാസ് എല്ലാം ചേർന്നൊരു ഉഗ്രം പടമായിരുന്നു. പിന്നെ ഞങ്ങളെ ഒരു 1.5 വർഷത്തെ കാത്തിരിപ്പാണ് പൂർണ്ണമായിരിക്കുന്നത്. അത് ഇത്രയും നല്ല പടമായാലും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അടിപൊളി. മധുരാജയ്ക്ക് ലൂസിഫറിന്റെ ഇടയ്ക്ക് പെട്ടുപോയി എന്നൊരു ഫീലിംഗ് തോന്നുന്നുണ്ടോ? ഒരു പേടിയില്ല ഞങ്ങൾക്ക്, കാരണം ഈ പടം ഒരു വേറെ ലെവലാണ്. ക്രൗഡ് പുള്ളർ DQ സൽമാൻ. ഇതിലെ നടി സംയുക്ത മേനോൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദുൽഖർ വരുമ്പോ തന്നെ സൗണ്ട് കേൾക്കാൻ പറ്റും. കാരണം ക്രൗഡ് പിള്ളേരാണ് ഞങ്ങളുടെ കുഞ്ഞിക്കാക്കുള്ള. കുഞ്ഞിക്കാടെ കൂടെ ഞങ്ങൾ എന്നും ഉണ്ടാവും ഇതേപോലെ തന്നെ, ഈ ആവേശത്തോടെ തന്നെ. അന്നും ഇന്നും എന്നും.